CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് പി രാഘവൻ നഗറിൽ നടന്ന സെമിനാർ MV ശ്രേയംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മാധ്യമ ബഹുസ്വരത പൂർണ്ണാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് പി രാഘവൻ നഗറിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത്. കേരളത്തിൽ ഇപ്പോൾ മാധ്യമ നിയന്ത്രണങ്ങളില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്ന രീതി കണ്ടാൽ നാം ഞെട്ടും. കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിന്റെ ബഹുസ്വരത അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് MV ശ്രേയംസ് കുമാർ പറഞ്ഞു. സമീപഭാവിയിൽ ഇന്ത്യയിലെ മാധ്യമരംഗം 70% നിയന്ത്രിക്കുന്നത് ഒറ്റ സ്ഥാപനമാകും. കേന്ദ്രം ഭരിക്കുന്നവർക്ക് താൽപര്യമുള്ള വാർത്തകൾ മാത്രമേ പുറത്തുവരൂ. മാധ്യമങ്ങളുടെ ബഹുസ്വരതയാണ് ഇല്ലാതെയാവുക. വാർത്തകളുടെ വൈവിധ്യം പരിമിതപ്പെടുമ്പോൾ ജനാധിപത്യത്തിനാണ് യഥാർത്ഥത്തിൽ ഭീഷണിയെന്നും ശ്രേയംസ് കുമാർ കൂട്ടിച്ചേർത്തു. 60-70% നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്ഥാപനം, അതിനെ എതിർക്കുന്നുണ്ട്. ആ വലിയ വിപത്ത് നമ്മൾ കാണാതെ പോകരുത്. എന്താണോ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ആവശ്യമായ വിവരങ്ങൾ അതുമാത്രം ജനങ്ങളിൽ എത്തുന്നൊരു സന്ദർഭം ഇപ്പോഴുണ്ട്. അതിനിയും വളരെ രൂക്ഷമായ രീതിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് നമുക്കറിയാം. ഇന്നെല്ലാം നമ്മളൊരു ഫോണിലാണ് എല്ലാ ടെക്നോളജിയും കൺവേർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ചാനലുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടൻറ്റിൻ്റെ ഡിസമിനേഷൻ, ഇതെല്ലാം തന്നെ വേറെ രൂപത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. മുൻപ് ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയ മാധ്യമ ഉടമസ്ഥർ ഇപ്പോൾ കോർപ്പറേറ്റുകളായി മാറി ഭരണം തന്നെ പിടിച്ചെടുക്കുകയാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയിലും അദാനി വഴി RSS ആശയം മാധ്യമരംഗം കൈയടക്കിയെന്നും MV നികേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. 22,000 വർത്തമാന പത്രങ്ങളുണ്ട്, 950 ടെലിവിഷൻ ചാനലുണ്ട്, അതിൽ 350 വാർത്താ ചാനലുകളാണ്. ഇവയിൽ 72 ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിലെത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് 96 എന്നാണ് ശ്രേയംസ് തിരുത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ 21 കണക്കാണ് 72 എന്ന് പറയുന്നത്, ഇപ്പോൾ അത് 96 ആയിരിക്കുന്നു എന്നുള്ളതാണ്. 60% സ്ട്രീമിങ്ങും റിലയൻസിൻ്റെ കയ്യിലാണ്. 2.32 ട്രില്യനാണ് ഇന്ത്യയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ആകെ മൂല്യമെങ്കിൽ മഹാഭൂരിപക്ഷവും കൈയാളുന്നതും അംബാനിയാണ് എന്ന് നമുക്കറിയാം. അംബാനി മാത്രമല്ല, അതോടൊപ്പം അദാനിയും ഇപ്പോൾ വളരെ വേഗത്തിൽ അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. NDTVയുടെയും ദ ക്വിൻറ്റിൻ്റെയും ഒക്കെ ഹോസ്റ്റൈൽ ടേക്ക് ഓവറിലൂടെ നമുക്കത് ഈ സമീപ മാസങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളതുമാണ്. P അപ്പുകുട്ടൻ അധ്യക്ഷനായി. ഡോക്ടർ C ബാലൻ സ്വാഗതം പറഞ്ഞു. മുൻ MP P കരുണാകരൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK രാജൻ, സാബു എബ്രഹാം, VV രമേശൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ K രാജ്മോഹൻ, ഡോക്ടർ P സരിൻ, ഡോക്ടർ VPP മുസ്തഫ, PK നിഷാദ്, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ, M രാഘവൻ, M കുഞ്ഞമ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.